അവൻ അവർക്ക് നല്ല സാക്ഷ്യമല്ലേ? ചില പടത്തിലുണ്ട്, നമ്മളൊരു വണ്ടി മേടിക്കണമെങ്കിൽ വിശ്വാസ കണ്ണാൽ വണ്ടി ഇന്ന മോഡല്, ഇന്ന കളറ്, ഇന്ന ഷോറൂം, ഇന്നും ഇറക്കുന്നു. അത് നമ്മൾ വിശ്വാസ കണ്ണാൽ കാണണം. നമുക്ക് ഇപ്പം കല്യാണം നടക്കണമെങ്കിൽ നമുക്ക് വേണ്ട നിയുക്തയായ പെൺകുട്ടി, അത് നമ്മൾ ഇത്ര ഇഞ്ച്, ഇത്ര പൊക്കം, ഇന്ന കളറ്, ഇന്ന ശരീരാകൃതി, വടിവ്, അതൊക്കെ നമ്മൾ കൃത്യം വിശ്വാസ കണ്ണാൽ കാണണം. അങ്ങനെയൊക്കെയാണ്. നമുക്കൊരു വീട് വേണമെങ്കിൽ ആ വീടിൻ്റെ പ്ലാൻ നമ്മൾ വരച്ച് അത് വിശ്വാസ കണ്ണാൽ, അങ്ങനെയൊക്കെ ഉപദേശങ്ങളുണ്ട്. സ്തോത്രം. നമുക്ക് ഇന്ന ജോലി, അത് നമ്മൾ ഇന്ന സാലറി, അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വാസ കണ്ണാൽ അതിനെ ഗർഭം ധരിക്കുക എന്നൊക്കെയാണ്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. സൂക്ഷ്മം നമുക്ക് ദൈവം അത് അങ്ങനെ കിട്ടിയിട്ടുമുണ്ട്, മേടിച്ചിട്ടുമുണ്ട്. സാക്ഷ്യം പലരും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു, ഇന്നൊരു മേശ വിശ്വാസത്തോടെ കണ്ടു, ഇന്ന മേശ മോഡല്, അത് പുള്ളിക്ക് കിട്ടി, വിശ്വാസമാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സെയിം വാക്യമായത്, അവരെ അപേക്ഷിച്ചത് അവൻ അവർക്ക് നല്ല സാക്ഷ്യമാണ്. അടുത്ത വാക്യം കൂടെ വായിര്. അതാ എനിക്ക് വെപ്രാളം. അവരെ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. വിടുതലിന്റെ സാക്ഷ്യമല്ലേ? കിട്ടുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു, കേൾക്കുകയും ചെയ്തു. അടുത്ത വാക്യം കൂടെ വായിച്ചോണം. എങ്കിലും പ്രാണന് ക്ഷയമായിരുന്നു. ഞാൻ ദൈവകുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളെ ഉൾക്കൊള്ളുമോ ഇല്ലെന്ന് അറിയത്തില്ല. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാണൻ ക്ഷയിക്കാത്തതാണ് നല്ലത്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാണൻ ക്ഷയിക്കാത്തതാണ് നല്ലത്. വേണേ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രമാണമില്ലെങ്കിലും, ലിഖിതമായ പ്രമാണമില്ലെങ്കിലും ഒരു അഭിപ്രായമാണ്, താവേ ഞങ്ങളുടെ പ്രാണന് ക്ഷയം വരുന്നു എന്ന് ഞങ്ങൾക്ക് വേണ്ട. പ്രാണനെ ഹാനി വരുത്തുന്ന ഒന്നും ഞങ്ങൾക്ക് വേണ്ട. നമ്മോട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ വേണേ ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഒക്കുന്നെങ്കിൽ കർത്താവേ ആത്മീയത്തിന് ഭംഗം ഉണ്ടാക്കുന്ന ഒന്നും വേണ്ട. സ്തോത്രം. നമ്മുടെ ആത്മീയ നിലവാരങ്ങളെ തകർക്കുന്ന, ആത്മീയ വിഷയങ്ങൾക്ക് കേടുവരുത്തുന്ന, ആത്മീയത്തെ തകർക്കുന്ന ഒന്നും വേണ്ടെന്ന് വെക്കണം. സ്തോത്രം. ഈ ചില ആൾക്കാർ പറയുന്ന കേട്ടുണ്ട്, ചത്താലും തരക്കടിൽ ഇനി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ എന്തിനാ കിട്ടുന്നത്? പണ്ടൊരുത്തൻ തെങ്ങെന്ന് വന്ന് തല തെറിച്ച് പോയി. വേറൊരാൾ വന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇതിലും വലുത് ഏതാണ്ട് വരേണ്ടതാണ്. അതിലും വലുത് എന്നാ വരാന്? തലയില്ല. ദൈവമേ ഇതിലും വലുത് ഏതാണ്ട് വരേണ്ടതായിരുന്നു. വിഷയങ്ങൾക്ക് മറുപടി എല്ലാം കേട്ട് തല പോകുക എന്തിനാ?